ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു പേര് മാറ്റിയിട്ടുണ്ട്. ഐ ആം കെവിൻ എന്നാണ് ഇട്ടേക്കുന്നത് ഒരു ചാനലിൻ്റെ പേര്. പിന്നെ ഇന്നത്തെ വീഡിയോ വന്നേക്കണം എന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല, എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കി എടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ശരിയാണോ എന്ന് നോക്കണം. അതിനായിട്ട് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിലത്തെ ബെല്ലൈക്കൺ കൂടി അമർത്തട്ടാം. നിങ്ങൾക്ക് അത് അമർത്തിയാലേ എല്ലാ വീഡിയോ ഇടുന്നത് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അത് നമുക്ക് ഈ വീഡിയോയിൽ കാട്ടുന്നത് ശരിയാണോ നോക്കാം. ഇങ്ങനെ ആവുന്നാണ് പറയുന്നത്. ഗൈസ് ഇങ്ങനെ പറക്കുന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തേക്കണമെന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറാണ്. ഒരു ന്യൂസ് പേപ്പറും പിന്നെ ഒരു സ്ലേറ്ററാണ് നമ്മൾ എടുത്തേക്കണത്. ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, നമുക്ക് ചെയ്യാം. അല്ല ഗൈസ്, അപ്പോൾ നമ്മൾ 2 സെറ്റ് പേപ്പറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ശരിയില്ലെങ്കിൽ മറ്റൊരെണ്ണം ഇതാക്കണ്ടേ, ശരിയാവണമല്ലോ എന്തെങ്കിലും. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് ഒരെണ്ണം നന്നായിട്ട് ചുരുക്കിണ്ട്. നല്ല പോലെ നിങ്ങൾക്ക് എത്രത്തോളം പറ്റണം അത്രത്തോളം ചുരുക്കുക. നിങ്ങൾ എന്നിട്ട് ഒന്ന് നിർത്തി കൊടുക്കാം. ഒന്നുകൂടെ നമ്മൾ ചുരുക്കാം. എന്നിട്ട് ഒന്ന് നിർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നിർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മൂലയോടൊപ്പം യോജിപ്പിക്കണം. അതായത് ഉദ്ദേശിച്ചത് ഇതേപോലെയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ യോജിപ്പിക്കണം. എന്നിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കണം. ഇനി വേണ്ട, ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ മൂല്യം കൊണ്ട് നമ്മൾ യോജിപ്പിക്കണം. അതിന് ഈ മൂല്യം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മൂല്യം എടുത്തിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കണം. അടിഭാഗം ഇങ്ങനെ പിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇതേപോലെ ആവും, ഇങ്ങനെ ആവും ഗൈസ്. അങ്ങനെ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, 2 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലേറ്റർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നായിട്ട് കത്തിച്ചോക്കാം. പോകുന്നോക്കാം. ഇത് നമ്മൾ കത്തിച്ചോക്കാൻ പോകണ്ട ഗൈസ്. അതിനായിട്ട് നമ്മൾ 4 മുക്കിലും കത്തിച്ചു കൊടുക്കണം. ഒന്ന് ഇവിടെ കത്തിച്ചു കൊടുക്കാൻ പോവാണ്. അവിടെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മുക്കിൽ കത്തിച്ചു കൊടുക്കണം ഗൈസ്. അവിടെ കത്തിച്ചു കൊടുത്തിട്ടുണ്ടാ. ഇനി ഇവിടെ ഗൈസ് ഇവിടെയും കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കത്തി വരുന്നുണ്ടാ. ഇത് മേലേക്ക് പൊങ്ങുന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ്പെരിമെന്റ് ശരിയാണോ നോക്കാം. ചിലപ്പോൾ പൊങ്ങിയിട്ട് ചിലപ്പോൾ പൊങ്ങും. ഞാൻ ഇട്ട് ചിലപ്പോൾ പൊങ്ങിയതാണ്. അതായത് നോക്കി നോക്കാം. ഗൈസ് പൊങ്ങുന്നുണ്ട്. ഗൈസ് പൊങ്ങി ഗൈസ് എക്സ്പെരിമെന്റ് അപ്പോൾ റിയലാണ്, ഫേക്കല്ല. രണ്ടാമത്തെ കളിച്ച് നോക്കാം. രണ്ടാമത്തേക്ക് നമ്മൾ ഇവിടെയാണ് വെച്ചേക്കുന്നത്. മേലേക്കാണ് പോകുന്നത്. നമ്മൾ ഗൈസ് അങ്ങനെ നമ്മൾ ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ എത്തിക്കാൻ പോകണം. അതിനായിട്ട് നമ്മൾ ഇവിടെ തീ കൊളുത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ തീ കൊളുത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഈ ഭാഗത്ത് തീ കൊളുത്തണം ഗൈസ്. ഈ ഭാഗത്ത് തീ കൊളുത്തിൻ്റെ അടിഭാഗത്താണ്. അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലാണ് ഗൈസ്. അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ലാസ്റ്റ് കത്തിച്ചത് എന്തായാലും കത്തി ഉണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നാമത്തെ കത്തിച്ചത് റിയൽ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ റിയലാണ്, ഫേക്കല്ല. അപ്പോൾ ഇതെന്താണെന്നല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എയർപോർട്ട് ഉണ്ടാ. അത് കുറച്ച് ശബ്ദം കേൾക്കണ്ടെങ്കിൽ മിനിറ്റ് ഇപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ റിയലാണ്, ഫേക്കല്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, കമന്റ് ഇടുക. ബൈ.